12 square 144 12 square 144 ആണെങ്കിൽ ഈ 12 എന്ന സംഖ്യ തിരിച്ചെഴുതിയാൽ 21 അല്ലേ? അപ്പം 21ന്റെ സ്ക്വയർ ഈ 144 നമ്മൾ തിരിച്ചെഴുതിയത് 441. വർഗസംഖ്യകള് NMS ചെയ്ത കുട്ടികള് 1 മുതൽ 40 വരെയുള്ള വർഗസംഖ്യകൾ കാണാതെ പഠിക്കേണ്ടത്, പെട്ടെന്ന് അറിയാൻ കഴിയുന്നത്. 40 വരെയുള്ള സംഖ്യകളുടെ വർഗം പെട്ടെന്ന് പറയാൻ കഴിയുന്നത്. അപ്പൊ 30 എന്ന സംഖ്യയുടെ സ്ക്വയർ എത്രയാണ്? 169. അപ്പൊ നമുക്ക് 30 തിരിച്ചെഴുതി കഴിഞ്ഞാൽ 31 ആണ്. അപ്പൊ 31ന്റെ സ്ക്വയർ 961. അപ്പൊ നിങ്ങൾക്ക് 1 to 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് പെട്ടെന്ന് പഠിക്കാനുള്ള 1-2 മാർഗങ്ങൾ പാടില്ല. ഇപ്പൊ 1ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം 1 ആണ്. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. 20യുടെ സ്ക്വയറോ? 400. ഈ 30യുടെ സ്ക്വയർ എത്രയാണ്? 900. ഇനി 21 സ്ക്വയർ നമ്മളുടെ പറഞ്ഞു കഴിയും. എത്രയാണ്? 441. ശരി. ഈ 21ന്റെ സ്ക്വയർ അറിയാവുന്ന കുട്ടിക്ക് ഉടനെ തന്നെ 29ന്റെ സ്ക്വയറും പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം ഈ 441 കൂടെ ഒരു 400 അങ്ങോട്ട് ആഡ് ചെയ്താൽ 441 പ്ലസ് 400 എത്രയാണ്? 841. ഇനി 22യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 400-ും 441 തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും two consecutive, the difference of two consecutive square number is always 4. അപ്പൊ 400-441 അടുത്തടുത്ത സ്ക്വയർ നമ്പേഴ്സ് ആണ്, വർഗസംഖ്യകളാണ്. അവ തമ്മിലുള്ള വ്യത്യാസം 41 ആണ്. അത് റൂട്ട് നമ്പർ ആണ്. അപ്പൊ 22യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 441-ഉം 400 തമ്മിലുള്ള വ്യത്യാസമായ 41 അല്ല ആഡ് ചെയ്യുന്നത്, 43 ആണ്. തൊട്ടടുത്ത റൂട്ട് നമ്പർ ആഡ് ചെയ്താണ്. അപ്പൊ നിങ്ങൾക്ക് 484 കിട്ടും. അപ്പൊ 22യുടെ സ്ക്വയർ അറിഞ്ഞ നിങ്ങൾ 484 അറിഞ്ഞ നിങ്ങൾക്ക് ഉടനെ തന്നെ 28ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. നേരത്തെ നിങ്ങൾ 400 ആണ് ആഡ് ചെയ്തതെങ്കിൽ ഇവിടെ നിങ്ങൾ 300 ആഡ് ചെയ്താൽ മതി. 484 പ്ലസ് 300 784. അങ്ങനെയാണെങ്കിൽ ഈ മക്കളോട് ചോദിക്കട്ടെ, 23യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 484 കൂടെ 45 കൂട്ടണം. 45 കൂടെ ഈ 484 കൂടെ എത്ര ആഡ് ചെയ്യണം നമ്മൾ പറഞ്ഞത്? 45. ഇവിടെയാണ് നമുക്ക് 729 വേണ്ടത്. അപ്പൊ ഇവിടെ എത്ര വരിക? 529 ആണ് വരിക. ഓക്കെ, 23 സ്ക്വയർ 529 അപ്പൊ നിങ്ങൾക്ക് 200 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 229 കിട്ടും. ഇനി പറയുന്നു 24ന്റെ സ്ക്വയർ എത്രയാണ്? 529 കൂടെ 47 കൂട്ടണം. അപ്പൊ 526 കിട്ടും. ഉടനെ നിങ്ങൾക്ക് 26ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 26ന്റെ സ്ക്വയർ എത്രയാണ്? 200 ആഡ് ചെയ്തു. 200 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക്
100 ആഡ് ചെയ്താൽ 676. അപ്പോൾ 20 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 21ന്റെ സ്ക്വയർ 441 എഴുതിയിട്ട് 29ന്റെ സ്ക്വയറിലേക്ക് പോവുക, 400 ആഡ് ചെയ്യുക. തൊട്ടടുത്ത 300 ആഡ് ചെയ്യുക, 200 ആഡ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ അത് വേഗം നിങ്ങളുടെ മനസ്സിൽ വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സ്ക്വയർ നമ്പേഴ്സ് എളുപ്പത്തിൽ പഠിക്കണം നിങ്ങൾ. അതിന് പല സ്ട്രാറ്റജിയും ഉപയോഗിക്കുന്നുണ്ട്, പല രീതിയിലും പല വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നവരുണ്ട്. അപ്പൊ LMSക്ക് തയ്യാറാവുന്ന കുട്ടികൾ എപ്പോഴും 1 മുതൽ 40 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ അങ്ങനെ ചെയ്യും. ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരാളെ വിട്ടുപോയിട്ടുണ്ട്, 25ന്റെ സ്ക്വയർ. അതിൽ ഒരു ജോലിയില്ല. നിൽക്കോ, ഒരു 5-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ വർഗ്ഗം കാണാൻ അവസാനത്തെ 2 ഡിജിറ്റ് 25 ആയിരിക്കും. തൊട്ടിപ്പുള്ള രീതി കണ്ടുപിടിക്കാൻ 2 ആണ് ഇവിടെ ഉള്ള സ്ഥാനം. 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 3 ആണ്. 3 × 2 6 ആണ്. അപ്പൊ നമുക്ക് 625 കിട്ടും. പക്ഷേ 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഞാൻ എന്തോ ചെയ്യണം? അതിനോട് 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 3 × 4 എത്രയാണ് മക്കളെ? 12. 12 ആണ്. അപ്പം 1225. അതൊക്കെ പറഞ്ഞല്ലോ, അവസാനം 20 ചെയ്തേ. അപ്പോൾ 9995ന്റെ സ്ക്വയറോ? 25. അത് ശരിയാണ്. പക്ഷെ ഇവിടെ ഏതെങ്കിലും സംഖ്യ എഴുതണമെന്നാണ് പ്രശ്നം. അത് നിങ്ങൾ ഈ 999 999 എടുക്കുക. ഈ 999ന്റെ തൊട്ടടുത്ത നമ്പർ 1000. അപ്പൊ ഒരു സംഖ്യയെ 1000 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാകും എന്താ? 0 മാറ്റിയിട്ട് കൂടെ 3 0 അങ്ങോട്ട് ചേർത്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇതാണ് ആൻസർ കിട്ടുക. 5-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗ്ഗം കണ്ടുപിടിക്കാൻ അങ്ങനെ എളുപ്പമാർഗമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ് നമ്മള്. നിങ്ങൾ 1 മുതൽ 40 വരെയുള്ള സംഖ്യകളുടെ ചാർട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ സ്ക്വയർ നമ്പേഴ്സിന്റെ ചാർട്ട് തയ്യാറാക്കി അത് നിങ്ങളുടെ പഠന റൂമിൽ, പഠിക്കുന്ന റൂമിൽ നല്ല വൃത്തിയിൽ ചാർട്ടായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കൂടുതൽ വലിയ സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം എന്താ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഞാൻ പറഞ്ഞത് 4 കളിയാക്കിയിട്ട് 2 സംഖ്യകൾ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ 36ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ചോദിച്ചില്ലായിരിക്കും. 36ന്റെ സ്ക്വയർ ഞാൻ ചോദിച്ചു. 36നെ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? 30 + 6 എന്നാക്കി മാറ്റാം. അപ്പൊ ഇവിടെയും നമുക്ക് 36 എന്നാക്കി മാറ്റാം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 30 × 30 നമ്മൾ ചെയ്യുന്നു 900. അപ്പൊ 60 × 30 എത്രയാണ്? മനസ്സിൽ ചെയ്യാൻ പറ്റും. 6 × 3 150. 180 അല്ലേ? ആണോ? യെസ് സാർ. ഇനി വീണ്ടും വരുന്നു 330 × 6 വീണ്ടും മൾട്ടിപ്പിൾ ചെയ്യുന്നു. അത് വരുന്നു, അത് 180. ഇനി വീണ്ടും വരുന്നു 6 × 6 36. 180 തമ്മിൽ ഏഡ് ചെയ്തിട്ടില്ല, അതൊന്ന് പറയും. 360. അത് നമുക്ക് എന്തായാലും വേണമല്ലോ, വേണ്ടേ? ആ 360 വെച്ചു.
ഈ 900 നമുക്ക് വേണ്ടേ? ആ ഈ 36 നമുക്ക് വേണ്ടേ? ആ അപ്പൊ ഇത് രണ്ടും ഒരേപോലെ വരുന്നുണ്ട്. ആ ഒരേപോലെ വരുന്നത് നമുക്ക് 150 × 2 എന്ന് എഴുതിയിട്ട് നമുക്ക് 360 പോകാം. ഇത് മുഴുവൻ കൂട്ടിയത് മക്കള് 1296. 1296. 1296. ഇത് ആരാണ് വിവരിച്ചു കൊടുക്കുന്നത്? ഞാൻ പറയാം സാർ. വീഡിയോ ഓൺ ചെയ്ത് പറയാം. ഞാൻ 36നെ സ്പ്ലിറ്റ് ചെയ്യണം. അത് 30 + 6 ആക്കിയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ബോക്സില് 30 × 30 900. അടുത്ത ബോക്സില് 30 × 6 180. ഈ അടുത്ത ബോക്സിൽ പിന്നെയും 30 × 6. പിന്നെ ലാസ്റ്റ് ബോക്സില് 6 × 6 36. ഇനി ഒരേപോലെ വരുന്ന 180നെ കട്ട് ചെയ്യുക. എന്നിട്ട് ആ രണ്ട് 180 രണ്ടും ഒരേപോലെ വരുന്നുണ്ട്. അത് 180 രണ്ടും ചെയ്താൽ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ അപ്പം ഈ 180നെ എന്താണ് പ്ലസ് ചെയ്യുകയാണെങ്കിൽ 360 കിട്ടും. അപ്പം എന്താണ് 900 + 360 + ആ 36 ആഡ് ചെയ്യുകയാണെങ്കിൽ 1286. ചെറിയ സംഖ്യ ആരാധ്യ. ആരാധ്യ നമുക്ക് 21ന്റെ സ്ക്വയർ കാണാൻ ശ്രമിക്കാം. 20യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എനിക്ക് 20 + 1 എന്ന് എഴുതാലോ. ഇവിടെയും 20 + 1 എന്ന് എഴുതാലോ. 20 × 20 എത്രയാണ്? 400. 400. അത് അടുത്തത് 20 × 1 20 എന്നെഴുതി കൂടെ. ഇവിടെ 1 × 20 എന്നെഴുതി കൂടെ. ഇവിടെ 1 × 1 1 എന്നെഴുതി കൂടെ. ഇനി എന്താ ചെയ്യുന്നത്? ഈ 20 ും 20 ഒരേപോലെ വന്നു. അപ്പൊ 20 ചെയ്യാം. എങ്ങനെ മാറ്റാൻ മതി പറയും. 20 + 20 40. അപ്പം 400 20 40. അപ്പം 400 ഇവിടെ 400 പുറത്തേക്ക് എടുത്തു. പ്ലസ് ഇനി 40 + 1 പിന്നെ +1. അപ്പൊ 20 + 1 അപ്പൊ എത്ര കിട്ടും? 441. ഇനി മക്കൾ അവിടെ ഇരുന്നിട്ട് എല്ലാ കുട്ടികളും 22ന്റെ സ്ക്വയർ കാണുക, 23ന്റെ സ്ക്വയർ കാണുക. ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്ന് പറയും. ചെയ്ത് കഴിഞ്ഞവർക്ക് യെസ് എന്ന് പറയാം. ചെയ്തോ? എത്ര കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് മുഹമ്മദ് അഫ്നാസ്? ഇന്ന് എത്ര കുട്ടികൾ നമുക്ക് പങ്കെടുത്തിട്ടുണ്ട്?
നമ്പേഴ്സിന്റെ സാറ്റ് വരാൻ സാധ്യതയുള്ള സ്ക്വയർ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. Which is the least number is to be multiplied to get a perfect square by 5806. ചെറിയൊരു അക്ഷരത്തിന്റെ ഓർമ്മ മലയാളം എഴുതാൻ മലയാളം പറയാം. This number is to be multiplied to get a perfect square. Number is to be multiplied to get the perfect square by 588. 5808. അതിന് ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുത്തത് 2, 3, 4, 5. ഈ ചോദ്യത്തിന്റെ മലയാളം പറയാം. ഈ ചോദ്യത്തിന്റെ മലയാളം എഴുതിക്കോളൂ. 5808 എന്ന സംഖ്യയെ ഇതിലേത് സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് അതൊരു പൂർണ്ണവർഗ സംഖ്യ ആവുക അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആവുക എന്നാണ് ചോദ്യം. ഈ 5808 എന്ന സംഖ്യയെ 2, 3, 4, 5 എന്നതിൽ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് ഇത് വലിയ പെർഫെക്റ്റ് സ്ക്വയർ? അതാണ് ചോദ്യം. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉത്തരം അറിയാമെങ്കിൽ പറയാം. സർ 3 ആണോ? ഊഹിച്ച് പറയരുത്. ഊഹിച്ച് പറയരുത്. സാർ എനിക്കറിയാം. പേരെന്താണ്? ഹൽവേദ്. എന്താ ഉത്തരം? ശരി, ഈ ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാണോ? ഞാൻ കാണിക്കട്ടെ. നോക്കി, ഞാൻ ഈ ചോദ്യം ഞാൻ വായിക്കുകയാണ്. നിങ്ങൾക്ക് ചോദ്യം എഴുതിയതിന് മനസ്സിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് ചെയ്യേണ്ടതാണ് വായിക്കുന്നത്. നമുക്ക് ഈ ഒരു രീതി ഇതാണ്. 5808 എന്ന സംഖ്യയെ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2, 3, 5, 7 എന്ന പ്രൈം നമ്പേഴ്സ് ഡിജിറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ചിലപ്പോൾ 7ന്റെ മേലെയുള്ള പ്രൈം നമ്പർ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും. 5808 നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഖ്യ 2 ആണ്. ബിക്കോസ് 5808 ഈസ് എ ഈവൻ നമ്പർ. ഇപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് ആ സംഖ്യയുടെ നേർ പകുതിയാണ്. 5808ന്റെ പകുതി 2904 2904 ആണ്. വീണ്ടും നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വീണ്ടും വന്നു 2904ന്റെ പകുതി എത്രയാണ്? 2904 പകുതി 1452. വീണ്ടും ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 726 എന്ന്. വീണ്ടും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
അപ്പൊ 363 കിട്ടും. ഇനി നമുക്ക് രണ്ടും കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഏതാ പറ്റുക? 3 3 കൊണ്ട് ഇതിനെ ചെയ്യാൻ കിട്ടുക. ഇനി 121 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അപ്പൊ പറയുന്നതാണ്. അപ്പൊ 11 11 കൊണ്ട് ഡിവൈഡ്. അപ്പൊ നമുക്ക് 11 ഇവിടെ കിട്ടി. അവിടെ നമ്മൾ അവസാനിപ്പിച്ചു. ഈ സംഖ്യകളെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ 2 into 2 into 2 into 2 into 3 into 11 into 11. ഇതില് 11 ജോഡികളാണ്. ഈ രണ്ടിനെയും നമുക്ക് ജോഡിയാക്കാം. ഇവിടെ നിന്ന് രണ്ടിനെയും ജോഡിയാക്കാം. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടവനായ 3 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി 5808 നിങ്ങൾ 3 കൊണ്ട് കുടിക്കണമെന്നില്ല. 5808 നിങ്ങൾ 3 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കും. ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം 8 × 14 × 21 3ന്റെ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5808 3 ഡിവൈഡ് ചെയ്ത് 1936 1936 നമുക്ക് ഏതോ ഒരു സംഖ്യയുടെ സ്ക്വയർ ആണല്ലോ. അത് ഏതിന്റെ സ്ക്വയറാ? സ്ക്വയർ നമ്പർ ആയിരിക്കണം. എന്തായാലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അവിടെ പറയും. ഹലോ സർ. നിങ്ങൾ പറഞ്ഞ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1936 കിട്ടുക. 37. അപ്പോൾ ഇത് 1936 സംഖ്യയുടെ സ്ക്വയർ. അങ്ങനെയാണ്. ഈ 30ന്റെ സ്ക്വയർ എത്രയാണ്? 44. 900. ഈ 40ന്റെ സ്ക്വയർ എത്രയാണ്? 4 × 4 16. അതിനെ കൂടെ 2 പോയിന്റ് ചേർക്കാൻ എത്രയാണ്? 1600. ഈ 50ന്റെ സ്ക്വയർ എത്രയാണ്? 2500. അപ്പൊ 1936 എന്ന് നിങ്ങൾ പറഞ്ഞ ഈ സംഖ്യ കിടക്കുന്നത് 1600 2000 ഇടയിലാണ്. എങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് കിടക്കുന്നതും 40ന്റെയും 50ന്റെയും ഇടയിലാണ്. 40ന്റെ 50ന്റെ ഇടയിൽ ഏത് സംഖ്യയാണ്? 44. 44ന്റെ 44 ഗുണിച്ചാൽ എത്ര കിട്ടും? 1900. കിട്ടുന്നുണ്ടോ? യെസ്. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തരം ചോദ്യം എന്തായാലും LMS ചോദ്യമായിട്ട് വരാറ്. എനിക്കിപ്പോ അവിടെ ചെയ്യാൻ ചോദ്യം വരാറ്. ശ്രദ്ധിച്ച് ചെയ്യണം. 2m + n is equal to 256. 2m is equal to 16 ആണ്. എങ്കിൽ n എന്ന സംഖ്യയുടെ വില എത്രയായിരിക്കും? ഓപ്ഷൻസ് ആർ 1, 2, 3 and 4. എന്നല്ലേ
സാറേ 4 ആണോ? 4 പറഞ്ഞാരാണ്? ഹരിദേവ്. എങ്ങനെയാ കിട്ടിയത്? ശരി, ഈ 2m 16 നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. 2m is equal to 2⁴ എന്ന് എഴുതാം. 16 പറയാം. അപ്പോൾ ഈ രണ്ടും ഒഴിവായാൽ എമ്മിന്റെ വില നമുക്ക് 4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 256 2m + n 256 എന്നുള്ള പറയുന്നു. ഈ 256 അതിന് നമുക്ക് 2⁸ എന്ന് എഴുതാൻ പറ്റുമോ? 2 8 പ്രാവശ്യം എഴുതി കുറിച്ചിട്ട് അപ്പൊ 2m + n എന്നത് 2⁸ ആണ്. ഇവിടെ രണ്ട് നമ്മൾ ഒഴിവാക്കിയാൽ m + n is equal to 8 കിട്ടിയാൽ എമ്മിന്റെ വില 4 എന്നോട് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് 4 + n 4 + n is equal to 8 ആണെങ്കിൽ n is equal to 8 - 4 = 4. മനസ്സിലാകാത്തവരുടെ പറയാൻ സാർ മനസ്സിലായിട്ടില്ല. അപ്പൊ ഏതെങ്കിലും കുട്ടിക്ക് ഇത് പറഞ്ഞു പറ്റുമോ? 4 കിട്ടിയെന്നുള്ളത് പറയാൻ മനസ്സിലായവരുണ്ടോ? മനസ്സിലായ കുട്ടി ഒന്ന് വിവരിച്ചു കൊടുക്കൂ. ആരെങ്കിലും ഒരാള്? ഹലോ, ആർക്കാ മനസ്സിലായത്? ശരി, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പേര് പറയാം. ശ്രദ്ധിച്ചോ, നമ്മളെ ചോദ്യം ഒന്നുകൂടി എഴുതുകയാണ്. ഞാൻ എഴുതുന്ന അതേ സമയത്തിന് നിങ്ങൾ എഴുതി മനസ്സിലാക്കി വെക്കണേ. ചോദ്യം എന്തായാലും ഓർക്കുന്നുണ്ടോ നിങ്ങൾ? 2m + n is equal to 256. 2m വില തന്നു 16. കണ്ടുപിടിക്കേണ്ടത് n വിലയാണ്. ഇനി നമുക്ക് 2m + n-നെ 2m + n 256 കൂടെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ 2-ന്റെയും 3-ന്റെയും പവേഴ്സ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. എത്രയാണ് 2:1? 2 ആണ്. 2:2 4 4 2:3 8 8 8 2:4 16 2:32 32 2:6 64 2:7 128 2:8 256 2:9 512 ഉണ്ട്. 2:10 1024 1024 വരെ മനസ്സിലാക്കി വെക്കണം. കാരണം രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരാറ്. 3:4 വരെ മനസ്സിലാക്കിയാണ്. അതേസമയത്ത് ഇതിന്റെ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ 2m + n എന്നത് 256 പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2⁸ എന്ന് എഴുതി കൊടുക്കാം. ഇവിടെ ഈ രണ്ടും ഒഴിവായാൽ അവിടെ m + n is equal to 8 എന്ന് ലഭിക്കും.
അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ ഇയാളെ കൊണ്ട് ചെറിയൊരു ജോലിയുണ്ട്. 2:m = 16 പകരം നമുക്ക് 2:4 കാണാം. കാരണം ഇവിടെ നമുക്ക് കാണുന്നുണ്ട് 2:4 16. അവിടെയും നമുക്ക് 2 ഒഴിവായാൽ m = 4 എന്ന് ലഭിക്കും. എന്നിട്ട് ഈ എമ്മിന്റെ ഈ 4 എന്ന വില ഇവിടെ കൊണ്ടുപോകും. 4 + n = 8. അപ്പൊ ഏതോ ഒരു സംഖ്യയുടെ കൂടെ 4 കൂട്ടിയപ്പോൾ 8 കിട്ടിയെങ്കിൽ ആ സംഖ്യ ഏതാണ്? 8 - 4 8 - 4 4. ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവരും? നീ ഒന്ന് ചെയ്യാൻ പറഞ്ഞേ. Yes. ശരി, നമുക്ക് പോകുന്നത് മാറ്റ് പേപ്പറിലേക്കാണ്. NMS ചെയ്താത്ത കുട്ടികൾക്ക് ഇത് കാണുന്നതൊക്കെ നല്ലതാണ്. കാരണം വേഗം കണക്ക് മനസ്സിലാക്കാൻ മാറ്റ് ഉപകാരമാണ്. ഇപ്പൊ മാറ്റിലെ ചില ചോദ്യങ്ങൾ തരികയാണ്. ഓപ്ഷൻ തരും, നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാം. മനസ്സിൽ വളരെ അർത്ഥത്തിൽ തൽക്കാലം എഴുതി വെച്ചാൽ മതി. സാറേ മാറ്റിൽ ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് ഉണ്ടാകും. ഏതാണ് ഹോംവർക്ക്? ഒരു ചതുരം തന്നിട്ട് അതിന്റെ ഉള്ളിൽ ടേപ്പ് വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? അതാണ് ഓർമ്മ വരുന്നില്ല. ഇത് കഴിഞ്ഞാൽ ഓർമ്മിച്ചാൽ മതി കേട്ടോ. ശരി, അത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിളിച്ചാൽ മതി. ഓർമ്മ തൽക്കാലം കഴിഞ്ഞ് 3 ഒരേ വലിപ്പമുള്ള 3 എന്ത് ട്രയാങ്കിൾ വരച്ചിട്ട് 3 വരച്ചോ? 3 വരച്ചോ? നേരെ Yes, sir. 3 വരച്ചു. അതിനുശേഷം ഈ 3 എണ്ണത്തിന്റെയും ഉള്ളില് 6 14 ഡാഷ് ആ മൂന്നാമത്തെ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഈ സൂചനകൾ പ്രകാരം കണ്ടുപിടിക്കണം. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 2, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഇവിടെ 10, ഇവിടെ 9, ഇവിടെ 8. 3 കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഈ 6 ഇവിടെ വന്നത്, എങ്ങനെയാണ് ഇവിടെ 16 ഇവിടെ വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഓപ്ഷനിലേക്ക് പോകാം. 72, 56, 45 and 22 ആൻസർ കിട്ടിയെന്ന് പറയാം. ഓക്കെ, ആർക്കെങ്കിലും കിട്ടിയോ? പോയെല്ലാവരും സാറ് ഉത്തരം കിട്ടി, വായി കിട്ടി. കിട്ടി, വൈ കിട്ടിയില്ല. എന്താണ് ഉത്തരം? 72. 72 ശരിയായ ആൻസർ ആണ്. പക്ഷെ എങ്ങനെ കിട്ടിയെന്ന് കൂടി പറയണം. ഇത് സാറ് സ്കൂളത്തെ സാറ് പറഞ്ഞത് മറന്നുപോയി. സാറ് ഒരു കാര്യം ചെയ്യാം. 6, 5, 2 തമ്മിൽ ഒറ്റ ഗുണിക്കൽ 6 ×
5 into 2 എത്രയാണ്? 60. 60 ആണ്. ആ 60 എന്ത് ചെയ്താലാണ് 6 കിട്ടുക? 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബ്യൂട്ടിയാണ് അവസാനം വരും. 10 കൊണ്ട് ഡിവൈഡ്. ഇനി ഇവിടെ നമുക്ക് 5×4 20, 20നെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 140. അപ്പൊ 140നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 14. അതാണ് ഇവിടെ കിട്ടാൻ 9 into 8 720 കിട്ടും. ആ 720നെ നമുക്ക് 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 72 കിട്ടുകയും ചെയ്യും. ഒന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഇത് ആരാണ് ഉപയോഗിച്ചു കൊടുക്കുക? സാർ അതിന്റെ പേരെന്താ? ഞാൻ പറഞ്ഞില്ല. ആരാധ്യ. ആരാണ്? ഒന്ന് പറഞ്ഞു. സാർ 5. ഇവിടെ 6×5 × 2 ഉള്ളത് 60. ഈ 60നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയം 6 കിട്ടും. അതേപോലെ 5×7×4 എന്ന് പറയുന്നത് 140 അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 14 കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 9×8×10 എന്ന് പറയുന്നത് 720 720നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 72 കിട്ടുക. ശരി, അപ്പൊ അത് മനസ്സിലായി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എല്ലാവരും ചെയ്യാൻ തയ്യാറായിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഒന്ന് ചെറിയ മട്ടങ്ങളാണ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാം. യെസ് സാർ. യെസ് സാർ. ഇവിടെ 4, ഇവിടുത്തെ 3ാമത്തെ നിങ്ങൾ കണ്ടെത്തണം. അത് ഞാൻ നിങ്ങൾക്ക് ചുറ്റും കുറെ സംഖ്യകൾ തരാം. 8, 3, 2, 6, 12, 4, 6, 8. ഇവിടെ 16, 5, 2 and 4. Options there. Options are 12, 8, 10 and 4. സാറ് 12 ആണോ? എങ്ങനെ കിട്ടിയെന്ന് കൂടി പറയാം. സാറേ എങ്ങനെ കിട്ടിയെന്ന് പറയാനാണ് സാധിക്കും. എങ്ങനെ കിട്ടി എന്ന് കൂടി ഒരാൾ പറഞ്ഞാലാണ് കാര്യം. ഇതിന് ഉത്തരം 10 ആണ് നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ക്വസ്റ്റ്യൻ ഇടുന്ന ആള് ആൻസർ കൂടുതൽ സാധ്യത ആൻസർ കാണും. ആ ആൻസർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ 10 കണ്ടെത്തി എങ്ങനെയാന്ന് ആദ്യം പറയാൻ പറ്റും. കണ്ടെത്തിയത് എങ്ങനെയായിരിക്കും? അതെ, 4. 8നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 24. 24. ശരി. 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ്? 12. 24 divided by 12 എത്രയാണ്? ആ 2 ആണ് നടുക്കുള്ളത്.
ഈ 12 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 96. അതിന് ഇവിടെ 6 24 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? അങ്ങനെയാണെങ്കിൽ അടുത്ത പറയും. 16 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്താൽ 80 കിട്ടും. പിന്നെ അതേപോലെ തന്നെ 2 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 80/8. എത്ര കിട്ടും? 10. ശരി, ഒരു കുട്ടിയെ വിളിച്ചു കൊടുത്തത് സാർ ഞാൻ പറയട്ടെ. ഒരു കുട്ടിയെ വിളിച്ച് 8 3 8 3 എന്നുള്ളത് 24. 8 ഇൻറ്റു 6 എന്നുള്ളത് 12. 4 ഡിവൈഡഡ് ബൈ 12 എന്നുള്ളത് 2. അതേപോലെ 12 ഇൻറ്റു 8 96. 4 ഇൻറ്റു 6 എന്നുള്ളത് 24. അപ്പൊ 96/24 എന്നുള്ളത് 4. 16 ഇൻറ്റു 5 എന്നുള്ളത് 9. 2 ഇൻറ്റു 4 എന്നുള്ളത് 8. 80 8 എന്നുള്ളത് 10. ശരി. ശരി മക്കൾക്ക് ഞാൻ ഒരു 3 ഹോംവർക്ക് തരും. അത് നിങ്ങൾ വീട്ടിൽ ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ എല്ലാവരും വീട്ടിലേക്ക് വരച്ചോളൂ. 3 എണ്ണം. 3 കാര്യങ്ങൾ ഒരേ പോലെ വരയ്ക്കണമെന്ന് ഞാൻ പറയും. ഒരു വെട്ടി വരച്ചു. ഇവിടെ വരച്ചു. ഇതുപോലുള്ള 3 എണ്ണം വേണം. Copy, paste. 1, paste. 2. ശരി. 3 എണ്ണം ഞാൻ വരച്ചു. നിങ്ങൾ ഇതിനകത്ത് വരച്ചു. പെട്ടെന്ന് വായിച്ചിട്ടുണ്ടാവല്ലേ? അത് ശ്രദ്ധിക്കില്ല. 346 2 8 5 4 25 5 1 5 7 8 2 2. അപ്പൊ ഇവിടെയുള്ള ഈ മിഡിൽ നമ്പറാണ് നിങ്ങൾ കാണേണ്ടത്. അത് ഞാൻ ബ്ലൂ ഇങ്ക് കൊണ്ടാണ് കാണിക്കുന്നത്. അത് നമ്മൾ കണ്ടെത്തും. ഓപ്ഷൻസ് തരാം. 30 28 25 and 90. ഹോംവർക്ക് ആണ് ഇപ്പം പറയാൻ. ഇനി രണ്ടാമത്തെ ഹോംവർക്കിലേക്ക് പോകും. രണ്ടാമത്തെ എഴുതുന്നത് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണിക്കും. ശ്രദ്ധിച്ചു. അടുത്ത ഹോംവർക്ക് ഏതാണ്? ഇങ്ങനെ പറയും. സാധനം ഒരു വഴിയാണ് മതി. ഇതിലെ 3 എണ്ണം വേണം. എന്നിട്ട് 32 24 7 18 46 8 20
അത് കണ്ടെത്താം. പിന്നെ ഓപ്ഷൻ തരാം. 5 കാണുന്നുണ്ടോ? 6, 8 and 9 കാണുന്നുണ്ടോ മക്കളെ? കാണുന്നുണ്ട്. Yes, sir. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ തരുന്നത്. അതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇതിന് പല മോഡലിൽ നമുക്ക് പരിചയപ്പെടുന്നതായിട്ടുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ വെച്ച് ചോദ്യം നൽകിയിരിക്കുന്ന സംഖ്യ കണ്ടെത്തുക എന്നൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക. ഇത് 5 മാർക്കിന്റെ ചോദ്യമാണ്. സ്ക്വയർ നമ്പറും മറ്റ് നമ്പേഴ്സ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് വേഗം കഴിയും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.